ഓക്കെ, അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക്കലി സമയം കിട്ടുന്നില്ല ഗൈസ്. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു വേദലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ, ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ഒരു വീഡിയോ കണ്ടു. അല്ലാതുള്ളൊരു പിക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി. അത് ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരത്തി ടെലഗ്രാമിൽ ഈ പോണോഗ്രഫി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൾ പറയുന്നതിൻ്റെ അകത്ത് കുഴപ്പമില്ല, പക്ഷേ ടെലഗ്രാം എന്നൊരു സംഭവം അവിടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ ആ കമൻറ്റ് ബോക്സിൽ വന്നേച്ചും ടെലഗ്രാം ബാൻ ചെയ്യൂ, ടെലഗ്രാം നിർത്തൂ, ടെലഗ്രാം നിർത്തിയാൽ പോരെ, ഈ പ്രശ്നം തീരില്ലേ, എന്തിനാണ് ആ സാധനം ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ടെലഗ്രാം എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ നിർത്തേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ഗോട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ടെലഗ്രാം എന്താണെന്ന് പഠിക്കാതെ വെറുതെ വന്നു വെച്ചാൽ ടെലഗ്രാം നിർത്തൂ, അല്ലെങ്കിൽ ടെലഗ്രാം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തോരം പേർക്ക് ഗുണമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ദോഷങ്ങളിലേക്ക് പോവുക. ഈ ദോഷങ്ങളിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ പോണോഗ്രഫി അത് എന്ത് ടൈപ്പ് പോണോഗ്രഫി ആയിക്കോട്ടെ, ഇൻ്റർനെറ്റിൻ്റെ ഒരു വലിയ ഭാഗവും ഈവൻ നല്ല കാര്യങ്ങളൊക്കെ കൂടുതൽ ഈ പോണോഗ്രഫിയാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇത് ടെലഗ്രാമിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ അതിനേക്കാളും വലിയ സോഴ്സ് ഉണ്ടായിരിക്കും. ഈ ടെലഗ്രാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയ സോഴ്സ് മാത്രമാണ്. നിങ്ങൾ ടെലഗ്രാമിൽ നിങ്ങൾ പോണോഗ്രഫി നിർത്തിയെന്ന് വെക്കുക, അത് മൊത്തത്തിൽ നിൽക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അത് കിട്ടാത്ത ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ഇത് അങ്ങനത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പോണോഗ്രഫിയുടെ പുറത്ത് ടെലഗ്രാം ബാൻ ചെയ്യുവാണ്, രാജ്യത്ത് ബാൻ ചെയ്യുവാന്ന് വെക്കുക. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പോൺ കാണുന്ന ആൾക്കാർ അവർ വേറെ സ്ഥലത്ത് പോയി പിന്നെയും കാണും. പക്ഷേ ടെലഗ്രാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ ബാക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കുറേ നാളായിട്ട് എടുക്കുന്ന ഫോട്ടോസ്, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ അവിടെ ബാക്കപ്പ് ചെയ്യാറുണ്ട്, ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ടെലഗ്രാമിലെ ബോട്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരുടെ എന്നിട്ട് ഈ സംഭവം പറയുന്നുണ്ടെങ്കിൽ അവർ അപ്പോൾ ചീത്ത പറയും. കാരണം അവർ ആ ടെലഗ്രാം എന്ന് പറയുന്നൊരു സാധനത്തിന് എന്തോരം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ്, ഈ ഓൺലൈൻ ക്ലാസ്സസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ടെലഗ്രാമിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കുറേ യൂസുള്ളൊരു സാധനമാണ് ഈ ഒരു കാര്യത്തിൻ്റെ പുറത്ത്. അത് എന്താണ്, ഇപ്പോൾ പോണോഗ്രഫി എന്ന് പറഞ്ഞ സംഭവം ആയിക്കോട്ടെ, അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും വേറെ സ്ഥലത്തേക്ക് അത് പോകും. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ പോണോഗ്രഫി ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അത് നിർത്തിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാതെ എലീനെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുക എന്ന് പറയുന്ന പോലെ ഈ ടെലഗ്രാം ബാൻ ചെയ്യുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല.